ചിലപ്പോൾ നേരിടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സത്യമിതാണ്. നിങ്ങളുടെ ആത്മമിത്രമാണെന്ന് നിങ്ങൾ കരുതിയ വ്യക്തി നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ആഴത്തിൽ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. ദൂരം, നിശബ്ദത, തണുപ്പ് എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ ശ്രമിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ എത്തിച്ചേരുന്നു, നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ മറ്റൊരാൾ നിങ്ങളെ പാതി വഴിയിൽ കണ്ടുമുട്ടുന്നില്ല. മറ്റാർക്കും വിശദീകരിക്കാൻ പ്രയാസമുള്ള രീതിയിൽ അത് വേദനിപ്പിക്കുന്നു. മിക്ക ആളുകളും പ്രണയത്തിന്റെ ഈ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഭാഗം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ പോരായോ? എനിക്ക് സുരക്ഷിതത്വം തോന്നേണ്ട വ്യക്തിയുടെ അരികിൽ ഞാൻ ഒറ്റയ്ക്ക് തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഭാഗം. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭ്രാന്തനല്ല, നിങ്ങൾ നാടകീയനുമല്ല. നിങ്ങൾ വേദനയിലാണ്. ഇന്ന് നിങ്ങൾ വ്യക്തത അർഹിക്കുന്നു. നിങ്ങളുടെ ആത്മമിത്രം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്ന് അവർ നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത് നിർത്തുമ്പോഴാണ്. വലിയ നാടകീയമായ രീതികളിലല്ല. നിലവിളിക്കലില്ല, അവസാനത്തെ വേർപിരിയൽ പ്രസംഗമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ചെറുതും സ്ഥിരവുമായ രീതികളിൽ അവർ നിങ്ങളെ പരിശോധിക്കുന്നത് നിർത്തുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് നിർത്തുന്നു. ഒരിക്കൽ ചെയ്തതുപോലെ അവർ നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുന്നു. ഒരിക്കൽ സൗജന്യമായി ശ്രദ്ധ നൽകിയ ഒരാളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ യാചിക്കുന്നതായി നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങുന്നു. പ്രാധാന്യമുള്ള കാര്യത്തിന് അനുവാദം ചോദിക്കുന്നതായി പ്രണയം തോന്നരുത്. ഒരുപക്ഷേ നിങ്ങളതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷെ അവരത് അവഗണിക്കുന്നു. നിങ്ങൾ അമിതമായി ചിന്തിക്കുകയോ അമിതമായി വികാരഭരിതനാകുകയോ കാര്യങ്ങളെ വലുതാക്കുകയോ ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു. പക്ഷേ നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും അകന്നുപോയപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് അഴിച്ചയാൾ ഇപ്പോൾ മറുപടി നൽകാൻ മറക്കുമ്പോൾ, ഒരിക്കൽ നിങ്ങളെ ചേർത്ത് പിടിച്ചയാൾ ഇപ്പോൾ മുറിയുടെ മറുവശത്തിരിക്കുമ്പോൾ, വൈകാരിക അകലം വാക്കുകളേക്കാൾ ഉച്ചത്തിലാകുന്നു. നിങ്ങൾ അവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളുമായും മത്സരിക്കുന്നതായി തോന്നുമ്പോൾ മറ്റൊരു വേദനാജനകമായ അടയാളം. അവരുടെ ഫോൺ, അവരുടെ ശീലങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ജോലി, എന്തും എല്ലാം. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പങ്കിടാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർ വളരെ ശ്രദ്ധ തിരിക്കുന്നു, വളരെ തിരക്കിലാണ്, കേൾക്കാൻ കഴിയാത്തത്ര വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമ്പോൾ കേൾക്കുന്നതൊരു ജോലിയല്ല, അത് സ്വാഭാവികമാണ്. നിങ്ങളുടെ വികാരങ്ങൾ അവർക്ക് പ്രധാനമായതിനാൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണത്. ഊർജ്ജമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ബന്ധങ്ങൾ വൈകാരിക ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. അവർ ബന്ധത്തിൽ പരിശ്രമിക്കുന്നത് നിർത്തുന്നു, ഇനി ശ്രമിക്കുന്നില്ല. നിങ്ങളെ ആവശ്യമില്ലെന്ന് തോന്നിപ്പിക്കുന്നില്ല, ഇനി സമയം കണ്ടെത്തുന്നില്ല. അവരൊരു വിരൽ പോലും ഉയർത്താതെ തന്നെ മുഴുവൻ ബന്ധവും നിങ്ങളുടെ പുറകിൽ ചുമക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. ആ അസന്തുലിതാവസ്ഥ പതുക്കെ നിങ്ങളെ തളർത്തുന്നു. അത് നിങ്ങളെ ചെറുതാക്കുന്നു. അത് നിങ്ങളെ ഒരു അനുഗ്രഹമായി തോന്നിപ്പിക്കുന്നതിന് പകരം ഒരു ഭാരമായി തോന്നിപ്പിക്കുന്നു. ചിലപ്പോൾ ഏറ്റവും വ്യക്തമായ അടയാളം ആശയവിനിമയത്തിലൂടെയോ അതിന്റെ അഭാവത്തിലൂടെയോ ആണ്. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവർ സംസാരിക്കുന്നു, വിശദീകരിക്കുന്നു, അവർ പങ്കുവയ്ക്കുന്നു, അവർ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല. എന്നാൽ ഒരാളുടെ ഹൃദയം അതിലില്ലാതാകുമ്പോൾ ആശയവിനിമയം വരണ്ടതോ ഹ്രസ്വമോ നിലവിലില്ലാത്തതോ ആയി മാറുന്നു. സംഭാഷണങ്ങൾ നിർബന്ധിതമായി തോന്നുന്നു. വാദപ്രതിവാദങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. അവർ നിങ്ങളെ ഇനി അകത്തേക്ക് കടത്തിവിടാത്തതിനാൽ അവർക്കെന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ ഊഹിച്ചെടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഒളിക്കാൻ കഴിയാത്ത വൈകാരിക അകലമുണ്ട്. ആഴത്തിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലും ശാരീരിക അടുപ്പം ഒഴിവാക്കുന്ന രീതിയിലും ദുർബലത ഒഴിവാക്കുന്ന രീതിയിലുമാണത്. അവർ നിങ്ങളുടെ കൈ പിടിക്കുന്നത് നിർത്തുന്ന രീതിയിലാണത്. അവർ നിങ്ങളെ അതേ രീതിയിൽ നോക്കുന്നത് നിർത്തുന്ന രീതിയിലാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങളുടെ ആശങ്കകളിലും നിങ്ങളുടെ ജീവിതത്തിലും അവർ താൽപ്പര്യം കാണിക്കുന്നത് നിർത്തുന്ന രീതിയിലാണത്. സ്നേഹം മങ്ങുമ്പോൾ സാന്നിധ്യവും മങ്ങുന്നു. അവരുടെ ശരീരം നിങ്ങളുടെ അടുത്തായിരിക്കാം, പക്ഷെ അവരുടെ ഹൃദയം മറ്റെവിടെയോ ആണ്. ഒരു ചെറിയ കഥ പറയാം. പലരും സ്വയം തിരിച്ചറിയുന്ന ഒരു കഥ. തന്റെ ബന്ധം സംരക്ഷിക്കാൻ നിരന്തരം ശ്രമിച്ച ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവൾ ഡേറ്റ് നൈറ്റുകൾ പ്ലാൻ ചെയ്തു, അവൾ സംസാരിക്കാൻ ശ്രമിച്ചു, തകർച്ച പരിഹരിക്കാൻ ശ്രമിച്ചു. അവളുടെ പങ്കാളി പറഞ്ഞുകൊണ്ടിരുന്നു, കുഴപ്പമില്ല, നീ അമിതമായി ചിന്തിക്കുകയാണ്. പക്ഷേ അവൾ അങ്ങനെയല്ല. ഓരോ രാത്രിയിലും അവൻ തന്റെ അടുത്തുതന്നെ കിടന്നിട്ടും അവൻ കൂടുതൽ അകന്നുപോകുന്നതായി അവൾക്ക് തോന്നി. അവളെ ഏറ്റവും വേദനിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിശബ്ദതയല്ല, സ്നേഹക്കുറവല്ല, മറിച്ച് അവളെ നഷ്ടപ്പെടുന്നതിനേക്കാൾ ബന്ധം ശരിയാക്കുന്നതിനാണ് അവൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന തിരിച്ചറിവായിരുന്നു അത്. അവൾ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തിയ ദിവസമായിരുന്നു അത്. വളരെ കാലത്തിനു ശേഷം ആദ്യമായി അവൾ വേദനിപ്പിക്കാത്ത ഒരു ശ്വാസമെടുത്തു. ഇതാ സത്യം. സ്നേഹം ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകുന്നില്ല. അത് പാറ്റേണുകളിലൂടെയും മറവിയിലൂടെയും
പരിശ്രമക്കുറവിലൂടെയും പതുക്കെ മങ്ങുന്നു. നിങ്ങൾക്കതിന്റെ ഓരോ ഭാഗവും അനുഭവപ്പെടുന്നു. വൈകാരികമായും ശാരീരികമായും മാനസികമായും നിങ്ങളത് അനുഭവിക്കുന്നു. ഉറങ്ങാൻ പ്രയാസമാകും, ശാന്തത പാലിക്കാൻ പ്രയാസമാകും, സുരക്ഷിതത്വം അനുഭവിക്കാൻ പ്രയാസമാകും. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം നൽകിയ വ്യക്തി ഇനി അത് സൗമ്യമായി പിടിക്കാത്തതിനാൽ നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ സംശയിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അടയാളങ്ങൾ പോലെ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ വികാരങ്ങൾ യഥാർത്ഥമാണ്. നിങ്ങൾ മാറ്റം സങ്കൽപ്പിക്കുന്നില്ല. നിങ്ങൾ വളരെ സെൻസിറ്റീവല്ല. നിങ്ങൾ അധികം ആവശ്യപ്പെടുന്നില്ല. സ്നേഹം, പരിശ്രമം, ശ്രദ്ധ, സത്യസന്ധത എന്നിവ ആഗ്രഹിക്കുന്നു. അത് സാധാരണമാണ്. അത് ആരോഗ്യകരമാണ്. ആർക്കും അർഹിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ആദ്യം സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ആരെങ്കിലും പിന്മാറുമ്പോൾ അതെല്ലായ്പ്പോഴും നിങ്ങളുടെ തെറ്റല്ല. ആളുകൾ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, വൈകാരിക ശേഷി മാറുന്നു. എന്നാൽ ആരെങ്കിലും അത് തിരിച്ചറിയാൻ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ മൂല്യം അപ്രത്യക്ഷമാകില്ല. രണ്ടാമതായി, ഭയത്തോടെയല്ല വ്യക്തതയോടെ ആശയവിനിമയം നടത്തുക. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കുക. യാചിക്കാനല്ല, പ്രകടിപ്പിക്കാൻ. എന്താണ് വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവരോട് പറയുക. അവർ കരുതുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കും. അവർ കരുതുന്നില്ലെങ്കിൽ അവരുടെ പ്രതികരണം അവരുടെ വാക്കുകൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളോട് പറയും. മൂന്നാമതായി, വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തികൾ നിരീക്ഷിക്കുക. ആളുകൾക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നു പറയാൻ കഴിയും. എന്നിട്ടും നിങ്ങളോട് അവഗണനയോടെ പെരുമാറാം. അവരെന്താണ് ചെയ്യുന്നതെന്നും അവരെങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുവെന്നും അവർ നിങ്ങളെ എങ്ങനെ തോന്നിപ്പിക്കുന്നുവെന്നും ശ്രദ്ധിക്കുക. സ്നേഹമൊരു വാക്യമല്ല, അതൊരു മാതൃകയാണ്. നാലാമതായി, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. ആരെങ്കിലും അവർ നൽകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വൈകാരിക ഊർജം ചോർത്തുകയാണെങ്കിൽ ഒരു പടി പിന്നോട്ടു പോകുക. നിങ്ങൾക്കായി ഒരിടം സൃഷ്ടിക്കുക. ചിലപ്പോൾ നിങ്ങൾ സൃഷ്ടിക്കുന്ന ദൂരം നിങ്ങൾക്കാവശ്യമായ വ്യക്തതയാണ്. ഒടുവിൽ ഇതോർമ്മിക്കുക: യഥാർത്ഥ സ്നേഹം നിങ്ങളെ സുരക്ഷിതനാക്കുന്നു, ആശയക്കുഴപ്പത്തിലാക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ മാത്രമല്ല, ഇരുവശത്തും പരിശ്രമം ചെലുത്തുന്നു. യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കുന്നു. അവർ സ്നേഹിക്കാത്തപ്പോഴും നിങ്ങൾക്കത് അനുഭവിക്കുന്നു. സൗകര്യപ്രദമായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരാളെ നിങ്ങൾ അർഹിക്കുന്നു. കേൾക്കുകയും മനസ്സിലാക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെ, നിങ്ങളെ വേണ്ടപ്പെട്ടവരാണെന്നും സഹിക്കപ്പെടുന്നില്ലെന്നും തോന്നിപ്പിക്കുന്ന ഒരാളെ. ബന്ധത്തിനായി ഒറ്റയ്ക്ക് പോരാടാൻ നിങ്ങളെ നിർബന്ധിക്കാത്ത ഒരാൾ. നിങ്ങളിപ്പോൾ വേദനിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ആത്മമിത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുപോലും സംശയിക്കേണ്ടി വന്നതിൽ നിങ്ങൾക്ക് നഷ്ടബോധം, ആശയക്കുഴപ്പം അല്ലെങ്കിൽ ലജ്ജ തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലരും അടച്ച വാതിലുകൾക്ക് പിന്നിൽ നിശബ്ദമായി വേദനയിൽ പിടിച്ചു നിൽക്കുന്നു. കാരണം അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ അഭിനന്ദിക്കുന്നത് നിർത്തിയ ഒരാളെ നഷ്ടപ്പെടുന്നതിനേക്കാൾ വേദനാജനകമാണ് സ്വയം നഷ്ടപ്പെടുന്നത്. ഒരു ദീർഘനിശ്വാസമെടുക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തനാണ്. സമ്മർദ്ദകരമായ സാഹചര്യത്തിലല്ല, സമാധാനപരമായ അന്തരീക്ഷത്തിലാണെന്ന് തോന്നുന്ന സ്നേഹത്തിന് നിങ്ങൾ അർഹനാണ്. അനിശ്ചിതത്വത്തിലല്ല, സ്ഥിരതയുള്ളതായി തോന്നുന്ന സ്നേഹം. യുദ്ധക്കളമല്ല, വീടുപോലെ തോന്നുന്ന സ്നേഹം. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ ചാനലിൽ തുടരുക. ഒരു ദീർഘനിശ്വാസമെടുക്കുക. നിങ്ങൾ സമാധാനത്തിന് അർഹനാണ്. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന കൂടുതൽ ഉള്ളടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സ്വാഗതം.